തിരുവനന്തപുരം പാലോടിലെ നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്നാണ് പോലീസ് നിഗമനം. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. കേസ് ഡിവൈഎസ്പി അന്വേഷിക്കും. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്തതിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ മർദ്ദനപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അതേസമയം അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഫോൺ കോളിന് പിന്നാലെയാണ് മുറിയിലെ ജനൽക്കമ്പിയിൽ ഇന്ദുജ തൂങ്ങിമരിച്ചത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന് പോലീസ് കണ്ടെത്തി. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമാണ്. തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതായി പോലീസ് പറയുന്നു. മർദ്ദനത്തിന് ശേഷം അജാസ് ഇന്ദുജയെ വിളിച്ച് ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ. അഭിജിത്തിനെയും അജാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.